അത് തെളിയിക്കണം, അത് തെളിയിക്കണം. പച്ചയായി പറയില്ലേ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപം വന്ന് നബി തങ്ങളെ എന്നങ്ങ് വിളിച്ചാൽ നബി തങ്ങൾ ഉത്തരം ചെയ്യും. വളരെ പച്ചയായി പറഞ്ഞിട്ടും പിന്നെ അതിൽ ഇസ്തിഗാസ ഇല്ല എന്ന് പറഞ്ഞാൽ, സഹായം തേടലില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അബദ്ധമാണ് മുസ്ലിമീങ്ങൾ ഇത്. എന്നിട്ട് 3 പരാക്രമം. 1 ഹദീസിനെ ഹദീസല്ലെന്ന് പറഞ്ഞു തള്ളുന്നു. 2 അതിന്റെ സിഹത്തിനെ, സ്വീകാര്യതയെ ചോദ്യം ചെയ്യുന്നു. 3 അതിൽ എടുത്തു പറയാവുന്ന 2 ന്യൂനതകളുണ്ടെന്നും വേറെയും പല ന്യൂനതകളുണ്ടെന്നും പറയുന്നു. ശരിക്ക് മൗലവിൻ അങ്ങ് നന്നായി അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ കേട്ടോളൂ, മജ്മുഉസ് സവാഇദിൽ നിന്ന് സാധു അങ്ങനെ ഒരു ഹദീസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രന്ഥം എടുത്ത് അങ്ങ് ഉദ്ധരിക്കുക. നിങ്ങളുടെ രൂപത ഞങ്ങൾ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ന്യൂനതയല്ലേ? കാരണം ഞങ്ങൾക്ക് നിങ്ങൾ ന്യൂനത ഉന്നരിക്ക്. മജ്മുഉസ് സവാഇദ് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. ഇതിന്റെ 211 പേജ് 8ാമത്തെ വാള്യം. ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് അല്ലാമ ഹാഫിദുൽ ഹൈസമി. ന്യൂനതകളൊന്ന് പറയും. ഹൈസമിക്ക് തിരിയാത്ത ന്യൂനതകളൊന്ന് പറയൂ മുജാഹിദുകളെ. നിങ്ങളെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. നിങ്ങളെന്തിനാ പറഞ്ഞത് ന്യൂനത ഉണ്ട്? ഞങ്ങൾ തെളിയിച്ച നീന്നല്ലോ. മൂപ്പര് പറയാം, സനത് നിങ്ങൾ വായിക്കി, മത്തി നിങ്ങൾ വായിക്കി, ഞങ്ങൾ പറഞ്ഞുതരാം. എന്നാ പിന്നെ ആദ്യം അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാണ് 2 ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്? പച്ചക്കളവല്ലേ അത്? പച്ചക്കളവ്. ഹദീസിന് 2 ന്യൂനതയുണ്ട് എന്ന് ആലുവ സംവാദത്തിൽ വന്ന് പച്ചക്കള്ളം. കദ്ദാബൂന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ശരിക്കങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോ പിന്നെ നമ്മളെ മൗലവിക്ക് ഹദീസാണെന്ന് പറയാനും മടിയില്ല, സ്വഹീഹാണെന്ന് പറയാനും മടിയില്ല. എന്നിട്ട് മൂപ്പരിങ്ങനെ പറയാണ്, അല്ല ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നുള്ളതിൽ അപ്പൊ നമുക്ക് തർക്കമുണ്ട്. മൂപ്പര് ശരിക്ക് പഠിച്ചിപ്പോ ആദ്യ ഹദീസിനെ ഹദീസല്ലെന്ന് പറഞ്ഞ് അതിന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്ത് അതിൽ 2 ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ മൗലവി പെട്ടെന്ന് വിഷയം അങ്ങ് മാറ്റിയിട്ട് പറയാണ്, അല്ല ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതാണോ നമ്മുടെ തർക്കം, പ്രാർത്ഥനല്ലേ. അപ്പോഴാ മൂപ്പര് വിഷയത്തേക്ക് വരുന്നത്. ലാസ്റ്റ് അതുവരെ മൂപ്പര് അത് ഹദീസല്ലെന്നും അത് സ്വഹീഹല്ലെന്നും അതിന്റെ സനദ് മുഴുവൻ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് നന്നായി ഊറ്റം കൊണ്ട മൗലവി പെട്ടെന്ന് വീണേടത്ത് കടന്ന് ഉരുണ്ട് മറിയുന്ന ഒരു രംഗം കണ്ടോളൂ നിങ്ങൾ. പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതല്ല നമ്മുടെ ഇടയിലുള്ള തർക്കം. പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണല്ലോ നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് നിങ്ങൾക്ക് പൊളിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചു നേരത്തെ മൂപ്പര് പറഞ്ഞതോ അതിൽ ഇസ്തിഗാസ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നോക്കണം നിങ്ങൾ ഇയാളുടെ ഒരു നിറമാറ്റം. നേരത്തെ അതിൽ പറഞ്ഞത് ഇസ്തിഗാസ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ അയാൾ വിഷയം മാറിയിട്ട് പറയുന്നു ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതല്ലല്ലോ നമ്മളിടയിലുള്ള തർക്കം, പ്രാർത്ഥന നിർവചനത്തിലല്ലേ. മൂപ്പരിപ്പം വിഷയത്തിലേക്ക് ഇങ്ങനെ വരുന്നുള്ളൂ. എന്നിട്ട് അയാള് പറയുന്ന ഒരു പ്രകോപനം ഒന്ന് കേൾക്ക്. 23 അയാള് പറയാണ് ന്യൂനത ഉള്ളത്. അതേതായാലും അയാൾ പറഞ്ഞു പെട്ടല്ലോ. ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യമായ സമയത്ത് ഞങ്ങൾ ഇത് തെളിയിക്കും. കണ്ടോ, ആവശ്യമായ സമയം ഏതാണെന്നറിയോ? നിങ്ങൾക്ക് ഇനി ചാൻസ് ഇല്ലാത്ത സമയം, നമുക്കിനി പറയാൻ ചാൻസ് ഇല്ലാത്ത സമയം. ആ സമയത്ത് അത് തെളിയിക്കും എന്നാണ് മൗലവി പറയുന്നത്. നിങ്ങൾ നോക്കണം, ആവശ്യമായ സമയത്ത് ഞങ്ങൾ അത് തെളിയിക്കും. ന്യൂനത ഉണ്ട് എന്നത് ഞാൻ ഇപ്പോഴും ഏറ്റെടുക്കുന്നു.
അപ്പൊ അതയാൾ പറഞ്ഞു പെട്ട് എന്ന് മാത്രല്ല, അതിന്റെ റാവികളും അതിന്റെ റിപ്പോർട്ടർമാരും അതിന്റെ സിഹത്തും എല്ലാം നമ്മൾ കൃത്യമായി അങ്ങ് വായിച്ചു കൊടുത്തപ്പോ രണ്ട് ന്യൂനതയുണ്ടെന്ന് കറക്റ്റ് എണ്ണി പറഞ്ഞതുപോലെ നമ്മളെ മൗലവി പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ അയാൾ മാറ്റിയത് എന്ന് സാസിന് ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ. ആ ചോദ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി മൗലവി ഊറ്റം കൊള്ളുകയാണ്. ഞാൻ ഇപ്പോഴും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തേ ആ ഏറ്റെടുത്തത് ഇപ്പോഴും പറഞ്ഞിട്ട് എന്തേ അതൊന്ന് കാണിച്ചു തന്ന് ഇനാം വാങ്ങിക്കൊണ്ട് പോകാത്തത്? എന്തേ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത്? ആ ഇനാമിന്റെ പ്രഖ്യാപനം നിലനിൽക്കുന്ന കാലത്തോളം മുജാഹിദേ നിങ്ങൾക്ക് നിലനിൽപ്പില്ല കേട്ടോ. അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിലനിൽപ്പില്ല. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അവിടെ ഇരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം മൊത്തവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മൊത്തവും വിടുവായിത്തം പറയുമ്പോ, വിവരമില്ലാത്തത് പറയുമ്പോ കൂട്ടത്തിൽ ഹനീഫ മൗലവി പറയുകയാണ്, ജിന്നിനോട് സഹായം ചോദിക്കലും ജിന്നിനോട് തേടലും അത് ശിർക്ക് തന്നെയാണ്. സക്കരിയ സ്വലാഹി പറയുന്നത് ശിർക്കല്ലാതെ അവരെ കഴിവിൽ പെട്ടത് ചോദിക്കാമെന്നാണ്. ഇപ്പൊ ഹനീഫ കായക്കൊടി ഒരു തട്ടിൽ, സക്കരിയ സ്വലാഹി വേറെ ഒരു തട്ടിൽ, ജബ്ബാർ മൗലവി സക്കരിയയുടെ ഭാഗത്ത്, തൊട്ട എരുത്തിരിക്കുന്ന ജബ്ബാർ മൗലവിയെ വരെ ഹനീഫ കായക്കൊടി മുശിരിക്കാക്കുന്ന ഒരു രംഗത്തിലേക്ക് ആലുവ സംവാദം എത്തി എന്നത് ഏറ്റവും വലിയ വിജയകരമാണ് നമ്മുടെ സംവാദത്തിന്റെ. ഞാനിത് വിശദീകരിച്ചത് എന്തിനാണ്? നമ്മുടെ മൗലവിയുടെ ആ ഭാഗം പ്രത്യേകം പരാമർശിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ തന്നെ ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നു. മറ്റ് വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ മിണ്ടാതെ, നിങ്ങൾ സുന്നികൾക്കിടയിൽ നടക്കുന്ന അല്ലറ ചില്ലറ വിഷയങ്ങൾ എടുത്ത് ഈ നാട്ടിൽ സുന്നികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കി അത് വീർപ്പിച്ച് അതിൽ പ്രശ്നങ്ങൾ വലുതാക്കി അങ്ങനെ അവരെ ഏൽപ്പിച്ച് നിങ്ങൾ തടിതപ്പാമെന്ന് ലക്ഷ്യമാക്കിയ ആ ലക്ഷ്യം അത് തകർക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആദർശപരമായി കാര്യം പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ സക്കരിയ സ്വലാഹിയെ വെല്ലുവിളിക്കുന്നു. വിവരം എത്തിച്ചു കൊടുത്തോ മുജാഹിദുകളെ. ആണത്തമുണ്ടെങ്കിൽ മുന്നിലിരുന്ന് കാര്യം പറയാൻ കടന്നു വരുമോ? ഈ നാട്ടിലുള്ള സർവ പ്രവർത്തകരും കാര്യം ശരിക്കൊന്ന് വീക്ഷിക്കട്ടെ. ഈ വിശാലമായ മൈതാനി തന്നെ മതി. അല്ലെങ്കിൽ ഇതിലേക്കാൾ വിശാലമുള്ളത് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരുക്കൂ. അതേ പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ നിർത്താം. ഒരു പ്രശ്നവും ഞങ്ങളെ ഭാഗത്തു നിന്നോ ഞങ്ങളെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വാക്ക് പറയുകയാണ്, വാക്ക് തരികയാണ്. ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ ഇല്ലേ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇന്നലെ മിഞ്ഞാന്ന് ഒരു വ്യവസ്ഥക്ക് പോയി. മുജാഹിദ് ബാലുശ്ശേരി ഊറ്റം കൊണ്ട് അവസാനം വെല്ലുവിളിച്ചു പോയി. വെല്ലുവിളിച്ചപ്പോ കുട്ടികൾ സ്വീകരിക്കുന്നു മൂപ്പര് ചിന്തിച്ചില്ല. അങ്ങനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വ്യവസ്ഥക്ക് വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് മുജാഹിദിനെ കാണുന്നില്ല. എവിടെ പോയി? മുജാഹിദ് ബാലുശ്ശേരി മുങ്ങിക്കിട്. മൂപ്പര് വെല്ലുവിളിച്ച് മൂപ്പര് തടി തപ്പിക്കുക. അങ്ങനെ എല്ലാവരും കൂടി മുജാഹിദ് ബാലുശ്ശേരിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആര്? മുജാഹിദികൾ തന്നെ. കാരണം ഓല് മാനങ്കടല്ലേ. ഓല് പറഞ്ഞ സമയത്ത് മുജാഹിദ് ബാലുശ്ശേരി എത്തിയില്ലെങ്കിൽ മാനങ്കട വേറെ പോണോ? എവിടെയെങ്കിലും മൗലവി എന്ന് ചോദിച്ചിട്ട് ആളെ കാണുന്നില്ല. അവസാനം മൂപ്പരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കൊണ്ടുവന്നിട്ടുണ്ടായ രംഗം എന്താന്നുള്ളത് ഒന്ന് കണ്ടാളി. ചെറിയ തോതിൽ അതായത് ഇവിടെ ആളുകൾ കൂടിയുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ സാംസ്കാരിക ശൂന്യത അതുകൊണ്ടാണ്. അതെ, ഈ തെക്ബീറും ബഹളവും കയ്യുമുട്ടലും ഇതൊക്കെയുണ്ട്. ഏത് കാലത്തും അതുകൊണ്ടാണ് മനസ്സിലായല്ലോ സാംസ്കാരികത ഇല്ലായ്മ. തല്ലാൻ ചാടിക്കണേ. ആളുകൾ കൂടിയാലുള്ള പ്രശ്നം എന്താ? സംവാദത്തിലെ മുജാഹിദ് ഇപ്പം വാദിക്കുന്നത് എന്താണെന്നറിയോ? പണ്ഡിതന്മാര് മാത്രം മതി, അണികൾ വേണ്ട. അണികൾ തീരെ വേണ്ട, പണ്ഡിതന്മാര് മാത്രം മതി. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്നാ മതി. അപ്പോ നമ്മളാളുകൾ ചോദിച്ചു, ഈ നാട്ടിലുള്ള പ്രശ്നം അത് ഒത്തുതീർപ്പാക്കാനാണല്ലോ നമ്മൾ സംവാദം വെക്കുന്നത്. നമ്മളിടെയുള്ള പ്രശ്നത്തിനല്ലല്ലോ. ഈ നാട്ടിലെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ, അതിന് ഈ നാട്ടിലുള്ള ആളുകൾക്ക് അത് കേൾക്കാനുള്ള അവസരമില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ സംവാദത്തിന് എന്ന് ചോദിച്ചപ്പോ
ഹനീഫ മൗലവി പറയാണ് അത് പുറത്തുനിന്ന് കാണാൻ പറ്റുമല്ലോ, അത് രണ്ടും തുല്യല്ലേ. ഇപ്പൊ നമ്മളാളുകൾ രണ്ടും തുല്യാണെങ്കിൽ പിന്നെ എന്നാ ക്ലാസ്സിൽ ഇരുന്നോട്ടെ, എന്നോ കുഴപ്പമില്ലല്ലോ, രണ്ടും തുല്യല്ലേ. മൂപ്പര് ചിന്തിക്കേ പറഞ്ഞു മാറിപ്പോയല്ലോ. അതിൽ ഉടനെ തന്നെ നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങോട്ട് എണീറ്റിട്ട് പറയാണ്, നിങ്ങളെ സംസ്കാരം ഇല്ലായ്മ, തൊട്ടു തീണ്ടായ്മ എന്നും പറഞ്ഞിട്ട് രണ്ടുണ്ടായ്മ പറഞ്ഞിട്ട് മൂപ്പര് രണ്ട് ഒച്ച ഉണ്ടാക്കല്. ഒന്നുകൂടി